ശ്രീ ഗണേശാനുഗ്രഹത്താൽ സകല കാര്യങ്ങളും മംഗളകരമാക്കുവാനും ആഗ്രഹ സാഫല്യമുണ്ടാക്കുവാനും ചൊല്ലുന്ന ഗണേശ നാമാവലിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് പ്രാർത്ഥനയിൽ പോകാം. ഓം ഗണം ജയായേ നമ. ഓം ഗണപതയേ നമ. ഓം ഹേരാംബയേ നമ. ഓം മഹാഗണപതയേ നമ. ഓം ലക്ഷ്യപ്രദായ നമ. ഓം ക്ഷിപ്രപ്രസാദനായ നമ. ഓം അമോഘ വിത്തയേ നമ. ഓം അമിതായ നമ. ഓം ചിന്താമണേയ നമ. ഓം നിതയേ നമ. ഓം സുമംഗളായ നമ. ഓം ബീജായ നമ. ഓം ആശാപൂരകായ നമ. ഓം വരദായ നമ. ഓം ശിവായ നമ. ഓം കശ്യപായ നമ. ഓം നന്ദനായ നമ. ഓം വാചാസിദ്ധായ നമ. ഓം ഡും ഡി വിനായകായ നമ. ഇതിലുള്ള ഓരോ മന്ത്രങ്ങളും ഓരോ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സകല കാര്യങ്ങളിലും വിജയം വരുവാനും മംഗളം വരുവാനും എന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏതു തന്നെയാണെങ്കിലും ദിവസവും നമ്മൾ ഈ ഒരു പ്രാർത്ഥന കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ആഗ്രഹ സഫലീകരണം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനി ഏതെങ്കിലും ഒരു നിശ്ചിത കാര്യം പെട്ടെന്ന് സാധിക്കാനാണെന്നുണ്ടെങ്കിൽ ഗണപതി ഭഗവാന് നമുക്ക് നിത്യമായിട്ട് 7 ബുധനാഴ്ചകളിൽ നിത്യമായിട്ട് ശർക്കര നൽകി പ്രാർത്ഥിക്കാവുന്നതാണ്. 7 ബുധനാഴ്ചകളിൽ കൃത്യമായിട്ട് ശർക്കര വെച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നാമം ചൊല്ലി തുടങ്ങുന്നതിന് മുൻപായിട്ടും ഗണപതി ഭഗവാന് നെയ്വിളക്കും ഒരു ചെമ്പരത്തി പൂവും ഒരു ശർക്കരയും ഒരു ശർക്കര അച്ചും കൂടെ വെച്ച് വേണം പ്രാർത്ഥന ആരംഭിക്കാനായിട്ട്. അതുപോലെ ഇനി വിവാഹ കാര്യങ്ങളാണ് സാധിക്കാനുള്ളതെങ്കിൽ നിങ്ങൾക്ക് മുക്കുറ്റിയോ മുക്കുറ്റി മാലയോ ചാർത്താവുന്നതാണ്. അല്ലെങ്കിൽ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കറുകമാല ചാർത്താവുന്നതാണ്. വെളുത്ത പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല ചാർത്താവുന്നതാണ്. നാളികേരം, കരിമ്പ്, പഴം ഇതെല്ലാം നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏത് തന്നെയാണെങ്കിലും അത് വളരെ വേഗത്തിൽ അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറി വളരെ വേഗത്തിൽ വളരെ ഭംഗിയായി അത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും കമൻറ്റ് ചെയ്യണം. നിങ്ങളൊരു ഗണപതി ഭക്തനാണെന്നുണ്ടെങ്കിൽ ഓം ഗം ഗണപതിയെ എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അത്തരം കാര്യങ്ങൾക്കുള്ള ഡീറ്റെയിൽസ് ഇട്ട് തരുന്നതായിരിക്കും.